ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് വീഡിയോ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയുള്ള ആളെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തത്, അയാളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്, ഇനി മുന്നോട്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് നോക്കാം, ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് നമുക്ക് വന്നിരിക്കുന്ന ടവർ കാർഡാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു വലിയ തിരിച്ചടി കിട്ടി എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നമുക്ക് ഈ കാർഡ്സ് എല്ലാം ഒന്ന് നിവർത്തി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓ മൈ ഗാഡ്, എല്ലാ കാർഡ്സും ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിലവിലെ ഒരു സാഹചര്യം എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അല്ലേ. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ സ്നേഹിച്ച ആൾ നിങ്ങളെ ചതിച്ചു എന്നാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങളിൽ നിന്ന് എന്തോ കൊണ്ടുപോയി അവർ, നിങ്ങൾക്ക് വിലപ്പെട്ട എന്തോ ഒന്ന് നിങ്ങളിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ നിർത്തി. ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ ചുറ്റും വാളുകളാണ്. എങ്ങോട്ട് തിരിയണം, ആരെ വിശ്വസിക്കണം, എങ്ങോട്ട് പോകണം, ആരോട് ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നുപോലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഇനി മുമ്പോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ണ് കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതായത് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. ചതിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ചിലർക്കെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തിയായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. നിങ്ങൾ നടത്തിയത് എന്തുകൊണ്ടാണ്, ഈ വ്യക്തിയുടെ കൂടെ നല്ലൊരു ജീവിതമൊക്കെ കിട്ടും, എനിക്ക് വിശ്വസിക്കാവുന്ന ആൾ തന്നെയാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാളാണല്ലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു ചതിയാണ്, അല്ലെങ്കിൽ ആ സാമ്പത്തികം നിങ്ങൾക്കിപ്പോൾ തിരിച്ച് കിട്ടുന്നില്ല, നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്തൊരു സാഹചര്യമായിട്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ആ ഇതിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണിപ്പോൾ. അപ്പോൾ പൈസയുടെ കാര്യം കൂടെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ വളരെ സന്തോഷവാനായ ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ലേഡി തന്നെ ആയിരുന്നു എന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇമോഷണലിയൊക്കെ നിങ്ങൾ ഫുൾഫില്ലായിരുന്ന, അല്ലെങ്കിൽ നല്ലൊരു ലൈഫും ഒരു കുടുംബവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നിരിക്കാം. അപ്രതീക്ഷിതമായി ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടി. ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് മാനിപ്പുലേറ്റീവ് എനർജി ഉള്ള ഒരാളായിരുന്നു. നിങ്ങളെ പറഞ്ഞ് മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് അതല്ല, അതിനേക്കാൾ നല്ലത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരാളാവാൻ ഉള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മുതലെടുപ്പുകൾ നടത്താം എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കൂടെ കൂടിയ ആളായിരിക്കും. അങ്ങനെ ഒരാളാവാൻ സാധ്യതയുണ്ട്. മാനിപ്പുലേഷൻ ചെയ്ത ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു എന്താ പറയുക, ആ ആൾ തന്നെ ഉള്ളിൽ കുറച്ച് ബ്രോക്കാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇടപെട്ട ആ ആളുടെ ഉള്ളിൽ എന്താ പറയുക, കുറച്ച് വിഷാദമോ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർ അത് മറ്റുള്ളവരിലോട്ടും പാസ് ചെയ്യും. അതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആ വ്യക്തിയും കുറച്ച് ഡിപ്രഷൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ജലസി, അസൂയൊക്കെ ഉള്ള, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ കുറച്ച് അസൂയൊക്കെ ഉള്ള ഒരു ആളായിരുന്നിരിക്കണം. അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്കിവിടെ തോന്നുന്നു. എന്തൊക്കെയോ ഉള്ളിൽ കുറേ സ്ട്രഗിളും കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഭാരങ്ങൾ ഒന്നും ശരിയാവാതെ എടുക്കാൻ പറ്റാത്ത കുറേ ഭാരങ്ങളൊക്കെ എടുത്ത് നടക്കുന്ന ഒരാളാണ്. ആ ആൾ തന്നെ ബ്രോക്കാണ്, ആളുടെ ഹാർട്ടേ ബ്രോക്കാണ്. അപ്പോൾ ആൾ നിങ്ങളുടെ ഹാർട്ടും അതാണ് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് തന്നത്. നിങ്ങളുടെ ഹാർട്ടും കൂടെ ബ്രോക്കാക്കി തന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാം അളന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്ത് കൊടുത്താലും അളന്ന് കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്ന എല്ലാം അതിനൊക്കെ അളവുണ്ട്, പക്ഷേ ഇങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യുന്നതിനൊക്കെ പുള്ളിക്ക് അളവുണ്ട്, പക്ഷേ ഇങ്ങോട്ട് എന്താ പറയുക, ആ ഒരു ഇതാണ്, അളന്നേ തരുള്ളൂ. ഇങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ടെല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം. പുള്ളിയുടെ ആവശ്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. പൈസ ചോദിച്ചാൽ അതും കൊടുക്കണം. പക്ഷേ അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇടപെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ടവർ മൊമെൻറ്റിൽ വന്ന് നിൽക്കുന്നത്, ഒരു തിരിച്ചടി കിട്ടിയത്. അപ്പോൾ ആ വ്യക്തി കുറച്ച് എന്താ പറയുക, കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നില്ല. ഉള്ളിൽ ആ വ്യക്തി ബ്രോക്കാണ്, ഡിപ്രസ്ഡാണ്, ജലസി അങ്ങനെയുള്ള കുറേ മനോഭാവങ്ങളൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ കത്തികുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ എന്തായി, ഈ അവസ്ഥയായി. കണ്ടോ, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പൈസ
ഒന്ന് നിങ്ങളുടെ പൈസ പോയി, പിന്നെ നിങ്ങളുടെ ഹൃദയവും പോയി. രണ്ടിനും വല്ലാത്ത ദുഃഖം സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളെ ആകെ കണ്ണ് കെട്ടി നിർത്തിയ ഒരവസ്ഥയായി. ആരോടൊന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു ടൈപ്പ് റിലേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല. ഒന്ന് ഓപ്പണപ്പായിട്ട് പറഞ്ഞ് ഇതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഏഞ്ചൽസ് നിങ്ങളോട് എന്താ പറയുന്നതെന്ന് നോക്കാം. ഇതിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഏഞ്ചൽസിന് നിങ്ങളോട് ഒരു ഉപദേശമായിട്ട് പറയാനുള്ളത്. ഇത് ദൈവം നേരിട്ട് നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണ്. ഇത്രയും സാഹചര്യം നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി കിട്ടാൻ പോകുന്ന ഗൈഡൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. അതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് തരാനുള്ളത് ഞാൻ നോക്കട്ടെ. ഏഞ്ചൽസ് അവരെ ഗൈഡ് ചെയ്താലും അവർക്കൊരു മെസ്സേജ് കൊടുത്താലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽസ് തന്നിരിക്കുന്ന മെസ്സേജ്, ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി എന്തായി ബ്രേക്കായി, ഹാർട്ടൊക്കെ ബ്രേക്കായി തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. നിങ്ങളുടെ പൈസ പോയിട്ടുണ്ട് ഇല്ലേ, നിങ്ങളുടെ സന്തോഷം പോയിട്ടുണ്ട്, ചതി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു പുതിയ ഡയറക്ഷനിലേക്ക് പോകാനാണ്, ഇതിനെ കളയാനാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു ശോഭ ചെയ്യും എന്ന് തോന്നുന്നില്ല. മുന്നോട്ട് പോയാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ചിലപ്പോൾ ഇതിനേക്കാൾ അവസ്ഥയാവും. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങളൊരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യുക. നിങ്ങൾ ഈശ്വരനിൽ നിങ്ങളുടെ വിഷമത്തെ ആരോടും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാം കേൾക്കാൻ ഒരാളുണ്ട്. ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോന്ന് സംഭവിക്കുന്നതിന് നമ്മുടെ കർമ്മഫലങ്ങളാണ് കാരണം. ജന്മത്തിൽ നമ്മൾ ചെയ്ത ഏതോ കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമ്മളത് അനുഭവിക്കേണ്ടി വന്നതായിരിക്കും. ഇതൊരു ലൈഫ് ലെസനാണ്. സോ ദൈവം നിങ്ങളെ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. ഇതിൽ നിങ്ങൾ ദൈവത്തിനോട് സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ഇഷ്ടദേവതയിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്തിട്ട് മുന്നോട്ടൊരു വഴി കാണിച്ചു തരാനായിട്ട് നിങ്ങളോട് പറയുക. ഇൻ നിയർ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ വളരെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു വഴി തെളിഞ്ഞു കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും. സോ നിങ്ങളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി ആ ഡയറക്ഷൻ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. പുതിയൊരു ഡയറക്ഷൻ നിങ്ങളിലേക്ക് വരും, ആ നിയർ ഫ്യൂച്ചറിൽ വരും. അതിനെ തള്ളിക്കളയാതെ ആ ഡയറക്ഷനിലേക്ക് പോകാം. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു സ്റ്റഡീസ് ആയിരിക്കും, പുതിയൊരു ജോലി സംബന്ധമായ പഠന സംബന്ധമായിട്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കയറി പൊയ്ക്കോളുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറി പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ജോലി മാറ്റമോ വേറെ എവിടെയെങ്കിലും ജോലിയോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും കയറി പോവുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഇനി നഷ്ടപ്പെട്ടു. കൂടുതൽ ഇതിൽ പിടിച്ചു നിന്നാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ശാന്തി സമാധാനം ഉണ്ടെങ്കിൽ അതുകൂടെ പോയി കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു കാർമിക് പേഴ്സൺ ആയിരുന്നിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ കുറച്ച് ലെസൺസ് പഠിപ്പിക്കാൻ വന്ന ഒരു കാർമിക് പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇല്ലേ. അപ്പോൾ തിരിച്ചടികൾ ചില റിലേഷൻഷിപ്പ് നമുക്ക് തിരിച്ചടികൾ തരും. എല്ലാത്തിലും സൂക്ഷിക്കണം. ആരെപ്പോൾ നമ്മൾ ഒരു 100% ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയും അല്ലേ. ഏത് ബന്ധത്തിലായിരുന്നാൽ പോലും ഒരു എന്താ പറയുക, ഒരു 80% മാക്സിമം കൊടുക്കാവൂ. 20% ഇട്ടേക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അവർ വലിച്ചെടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയായിപ്പോവും. സോ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ഡയറക്ഷൻ വരുന്നുണ്ട്, അടുത്ത നിയർ ഫ്യൂച്ചറിൽ തന്നെ വരുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ കയറി പോവുക. നിങ്ങളിനി ആരെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ഇതിൽ പോയത് പോയി, ഇനി നഷ്ടപ്പെട്ടു. അതിനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇനി പൈസ നമുക്ക് തിരിച്ച് കിട്ടിയാലും നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന മാറില്ലല്ലോ. അത് നമുക്ക് അനുഭവിച്ചത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി അതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾക്കൊരു പുതിയ വഴി വരുന്നുണ്ട്. ആ ഡയറക്ഷൻ ചൂസ് ചെയ്ത് നിങ്ങളുടെ കരിയർ ആവാം. കരിയറിലാണെങ്കിൽ കരിയറിൽ ഫോക്കസ് ചെയ്യുക. മസ്റ്റായിട്ട് കരിയറിൽ ഫോക്കസ് ചെയ്യുക. പഠിത്തമാണെങ്കിൽ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ജോബാണെങ്കിൽ ജോബിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്ത് ആ ന്യൂ ഡയറക്ഷൻ ദൈവം തരുന്ന, അത് ഈശ്വരൻ തരുന്ന ഡയറക്ഷനാണ്, അവിടെ തരുന്നതാണ്. അത് എടുക്കുക. അത് ഉടനെ തന്നെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് വരുന്നുണ്ട് ഒരവസരം. ആ അവസരം മാക്സിമം യൂസ് ചെയ്ത് ഇതിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ കാര്യം നോക്കി പോകാനായിട്ടുള്ളൊരു മെസ്സേജാണ് തരുന്നത്. അതാണ് ഇതിൻ്റെ ഭാവി. ഓക്കെ, സോ വീഡിയോ റെസണേറ്റ് ആയിട്ടുള്ളവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഏതിനെങ്കിലും കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനതിന് വേണ്ടിയിട്ടുള്ള റീഡിങ്സും
എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞാൻ ഡിവൈനോട് പറയുകയാണ്, ഈശ്വരനോട് പറയുകയാണ്, നിങ്ങളുടെ ഈ ദുരവസ്ഥയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ഭാവി തരാനായിട്ട് ഞാൻ ഇത് കണ്ട എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.